നമ്മുടെ ലൈഫിൽ സന്തോഷം കൊണ്ടുവരാൻ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു കാര്യമാണ് മീറ്റിംഗ് ഫ്രണ്ട്സ്. അതിനാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനെ ഇടയ്ക്കിടെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തീർച്ചയായും സമയം കണ്ടെത്തണം. അവരോടൊപ്പം കളിച്ച് ചിരിച്ച് നല്ല സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൂഡ് ബൂസ്റ്റ് ആകും. കൂടാതെ നമ്മുടെ ടഫ് ടൈംസിൽ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിന് കഴിയും. ഈ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത് എൻ്റെ ഫാമിലി ഫ്രണ്ട് നമ്മുടെ റെഗുലർ മീറ്റപ്സിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. അതായത് ജപ്പാനിലെ ഒരു വില്ലേജിലെ ആൾക്കാരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ്. അവിടെയുള്ള ആൾക്കാരെല്ലാവരും 100 വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ഈ ലൈഫിൻ്റെ സീക്രട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ കണ്ടെത്തിയത് അവർ ഗുഡ് ഫുഡ്, പ്രോപ്പർ സ്ലീപ്പ്, എക്സസൈസ് ഇവ കൂടാതെ അവരുടെ ലൈഫ് സ്റ്റൈലിലെ ഒരു പ്രധാന കാര്യമാണ് റെഗുലർ മീറ്റപ്സ്. അവരെപ്പോഴും ഈ റെഗുലർ മീറ്റപ്സിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ഇവരുടെ ഇടയിലുള്ള ഈ സ്ട്രോങ് ബോണ്ട് ആയിരിക്കാം ഒരുപക്ഷെ ഇവരുടെ ജീവിത രഹസ്യം. ഫ്രണ്ട്ഷിപ്സ് ക്യാൻ പ്രൊവൈഡ് എ ഗ്രേറ്റ് സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി. റെഗുലർ മീറ്റപ്സ് ക്യാൻ ഓൾസോ പ്രൊവൈഡ് സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു. ഇനി ഇന്നത്തെ ഡിഷ് എൻ്റെ വീട്ടിലെ പ്രധാന വിഭവങ്ങളിൽ ഒന്നായ നറിഷിംഗ് ആൻഡ് ഡെലിഷ്യസ് ആയ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചൂടാക്കി ചോപ്പ് ചെയ്ത ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബ്, ഒരു ചെറിയ ഓണിയൻ ചോപ്പ് ചെയ്തത്, ഇതെല്ലാം ഇട്ട് ഏകദേശം 1 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. 1 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നു. ബീൻസും ക്യാരറ്റും ഇട്ടിട്ട് ഏകദേശം നന്നായി മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റോളം കുക്ക് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റായി. 2 മിനിറ്റിന് വേണമെന്നില്ല. ഇത് കുക്കാകുന്ന നമുക്ക് മനസ്സിലാകുമ്പോൾ തന്നെ ഇതിലേക്ക് സോയ സോസ് ഒഴിക്കുക. സോയ സോസ് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കണം. പെപ്പർ പൗഡർ, വൈറ്റ് വിനീഗർ, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റായി. 5 മിനിറ്റ് ആറായി. അപ്പോഴത്തേക്ക് ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. 5 മിനിറ്റ്സ് ആവാറാകുമ്പോഴത്തേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അഞ്ച് മിനിറ്റ് ആയപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. അതിനുശേഷം വീണ്ടും കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ഇട്ടിട്ട് ഇതിനൊന്ന് ഗാർണിഷ് ചെയ്യാം. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡിയായി. വളരെ വേഴ്സറ്റൈലാണ് ഈ ഡിഷ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇഷ്ടാനുസരണം അത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ലെഫ്റ്റ് ഓവർ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. പിന്നെ അത് കൂടാതെ മൈൽഡ് വേണോ സ്പൈസി വേണോ എന്നുള്ളത് നമുക്ക് തീരുമാനിച്ച് നമുക്ക് അതിനനുസരിച്ച് ഉണ്ടാക്കാം. I hope you will enjoy making this as much as you enjoy eating this. That's all for now. We'll be back with another video. Till then, see you. Bye bye.